നവരാത്രിയുടെ 8-ാം ദിവസം മഹാഗൗരി ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. തൻ്റെ പ്രിയ പത്നിയായ സതീദേവിയുടെ വേർപാടിൽ ദുഃഖിതനായ മഹാദേവൻ ദീർഘമായ ധ്യാനത്തിൽ മുഴുകി. സതീദേവി പാർവതിയായി പുനർജനിക്കുകയും നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം മഹാദേവനെ ഭർത്താവായി ലഭിക്കാൻ കഠിന തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് വർഷങ്ങൾ തന്നെപ്പോലും മറന്ന് ദേവി മഹാദേവനെ ആരാധിച്ചു. വെയിലും മഴയും ഇടിയും മിന്നലുമൊക്കെ ഏറ്റ് പ്രകാശപൂരിതമായിരുന്ന ദേവിയുടെ ശരീരം പൊടിമയമായി. ആദ്യമൊക്കെ പഴങ്ങളും കിഴങ്ങുകളും ഭക്ഷണമാക്കിയിരുന്നു. പിന്നീട് ഭക്ഷണം തന്നെ ഉപേക്ഷിച്ചു. ഇപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ച് മനസ്സും ശരീരവും മഹാദേവനിൽ അർപ്പിച്ച് ദേവി തപസ് തുടർന്നു. ഒടുവിൽ ദേവിയുടെ കഠിന പ്രയത്നത്തിൽ സംപ്രീതനായി മഹാദേവൻ ദേവിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ വധുവായി ദേവിയെ സ്വീകരിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. അതിനുശേഷം കഠിന തപസ്സിൻ്റെ ഫലമായി അവശയായ പാർവതി ദേവിയുടെ ശരീരത്തിലേക്ക് മഹാദേവൻ്റെ ശിരസിൽ നിന്നും ഗംഗാജലം പ്രവഹിക്കാൻ തുടങ്ങി. ഗംഗാജലം പതിച്ചതോടെ പാർവതി ദേവി ഓജസ്സും തേജസ്സുമുള്ള മഹാഗൗരിയായി രൂപം പ്രാപിച്ചു. നന്മയുടെ പ്രതീകമായ പ്രകാശപൂരിതമായ മഹാഗൗരി ഭാവത്തിലാണ് 8-ാം ദിവസം നാം ദേവിയെ ആരാധിക്കുന്നത്.